നാമത്തിന് മഹത്വം. ഇപ്പോൾ നമുക്ക് ധ്യാനിപ്പാനായിട്ട് ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് തന്നെ പിൻപറ്റിയ ജനത്തോട് ഒരു പ്രത്യേക സത്യം കർത്താവായ യേശുക്രിസ്തു ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. യേശുക്രിസ്തു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ദൈവം മനുഷ്യനെക്കുറിച്ച്, ക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ വ്യക്തികളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നാം എവിടെയായിരുന്നാലും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കണം. ആ സാക്ഷ്യം നമ്മൾ വഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമായ അനവധി അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സാക്ഷ്യ ജീവിതം നിമിത്തം ക്രിസ്തുവിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. പലർ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ചത് നിമിത്തം രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സാക്ഷിയായി ജീവിക്കുന്നവർക്കൊക്കെ പലതും സഹിക്കേണ്ടതായിട്ട് വരും. സാക്ഷിയായി ജീവിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ട് ജീവിക്കാം, ഒരു പെന്തിക്കോസ്തുകാരൻ എന്ന പേര് കൊണ്ടൊക്കെ ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കാലത്ത് ക്രിസ്ത്യാനി എന്നോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പെന്തിക്കോസ്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലതിന് വിലയൊന്നുമില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം അവജ്ഞയായിരുന്നു. അവരെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെയുമല്ലായിരുന്നു. ആരാധനയ്ക്ക് പോകുമ്പോൾ കല്ല് പിറക്കി എറിയുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. ആരാധന സ്ഥലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ ഇത് നിമിത്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു സാക്ഷ്യ ജീവിതം ചെയ്യുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ലോകത്തിൽ കുറേയൊക്കെ വിലയുണ്ട്. ഒരു കാലത്ത് അങ്ങനെ വിലയില്ലായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ പെന്തിക്കോസ്തുകാരെ ഓടിച്ച കാലമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരൊരു വിവാഹത്തിന് വിളിക്കുകയില്ല, അടുത്ത ബന്ധുക്കളായിരുന്നാലും വിവാഹത്തിന് ക്ഷണിക്കില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും അവരെ ക്ഷണിക്കുകയില്ല. എന്നാൽ ഇക്കാലങ്ങളിൽ അതിന് വ്യത്യാസമുണ്ടായി. കാരണം അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിച്ചവരുടെ പിൻതലമുറയൊക്കെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. എവിടെയൊക്കെ അവർ നിന്ദിക്കപ്പെട്ടോ അവിടെയൊക്കെ മാനിക്കപ്പെടാൻ തുടങ്ങി. എവിടെയൊക്കെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടോ അവിടെയൊക്കെ നല്ല ആരാധന സ്ഥലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എവിടെയൊക്കെ ആത്മാക്കൾ ഉപദ്രവം ഏറ്റിട്ടുണ്ടോ അവിടെയൊക്കെ പുതിയ ആത്മാക്കൾ വരാൻ തുടങ്ങി. അങ്ങനെ വലിയ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ ആ സ്ഥിതിക്കൊക്കെ ഭേദം വന്നു. ഇപ്പോൾ പറയുന്നത് നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പെന്തിക്കോസ് ചേരണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കുട്ടി ഒരിക്കൽ പഠിച്ച് അവന് നല്ല രീതിയിൽ നല്ല ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷയൊക്കെ വന്നപ്പോൾ അവന് വലിയ ഭയമുണ്ടായി. അപ്പോൾ അവൻ്റെ പിതാവ് അവനോട് പറയുക, നീ സ്നാനപ്പെട്ടാൽ ഇതെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. നീ സ്നാനപ്പെട്ടാൽ പരീക്ഷയിൽ ജയിക്കും. അപ്പം ചിലരുടെ അറിവ് സ്നാനപ്പെട്ട് കഴിയുമ്പോഴോ പെന്തിക്കോസിൽ വന്നു കഴിയുമ്പോഴോ പരീക്ഷയ്ക്ക് ജയമുണ്ടാകും, മറ്റ് പല നന്മകളുണ്ടാകും,
എന്നൊക്കെയാണ്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള അനുഭവത്തിൽ വന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കുട്ടികൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ പരീക്ഷ എഴുതി നല്ല ഹൈ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയതായ ഒരു കുട്ടിയുടെ സാക്ഷ്യം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടപ്പോൾ, സ്കൂളിൽ ബൈബിൾ കൊണ്ടുപോകുമായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുമായിരുന്നു. പക്ഷേ മറ്റു കുട്ടികളുടെ അത്ര ബുദ്ധിയൊന്നുമില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ട് പരീക്ഷ എഴുതിക്കുകയായിരുന്നു. തൻ്റെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്നു, ഫസ്റ്റ് റാങ്ക്. ദൈവത്തിന് സ്തോത്രം. ചിലർക്കൊക്കെ മനസ്സിലായി, ആ നാട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലായി, പെന്തിക്കോസിൽ പോയാൽ ഫസ്റ്റ് റാങ്ക് കിട്ടും, ഇല്ലെങ്കിൽ നല്ല വിജയം കിട്ടും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു അറിവ് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ട് ഇപ്പോൾ പെന്തിക്കോസുകാരെ ആരും ത്യജിക്കത്തില്ല, അവരെ മാനിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്തെന്ന് ചോദിച്ചാൽ, പെന്തിക്കോസുകാർ കുറേ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ലോകക്കാരാണെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. നിങ്ങളെ ലോകം പകയ്ക്കുന്നതിൻ്റെ കാരണം, നിങ്ങളെ ലോകം നിന്ദിക്കുന്നതിൻ്റെ കാരണം, നിങ്ങളെ ലോകം ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ്. എന്നെയും ലോകം പകച്ചു, കാരണം ഞാൻ ലൗകികനല്ല. അപ്പൊ ഇന്ന് ദൈവത്തിൻ്റെ മാന്യതയേക്കാൾ അധികം, ദൈവത്തിൻ്റെ അംഗീകരണത്തെക്കാൾ അധികം നാട്ടിലെ അംഗീകരണത്തിനാണ് അനേക പെന്തിക്കോസുകാരും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പലരും അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത് കൊണ്ട് നാട്ടിൽ കുറേയൊക്കെ അവർക്ക് മാന്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശരിക്കും ഒരർത്ഥത്തിൽ പെന്തിക്കോസ്തുകാർ യഥാർത്ഥമായ മാതൃകാ ജീവിതം, ഇല്ലെങ്കിൽ യഥാർത്ഥമായ വേർപാട്, യഥാർത്ഥമായ ആത്മീയ തീഷ്ണതയിൽ ജീവിച്ചാൽ ചിലപ്പോൾ ദേശക്കാർ നാട്ടുകാരൊക്കെ തമ്മിൽ വെറുക്കും. അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് 4 പേർക്കൊപ്പം ജീവിപ്പാൻ പലരും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, അവരുടെ ഉയർച്ച കണ്ടിട്ട് മറ്റുള്ളവർ അതിലേക്ക് ചെന്നെത്തുവാൻ ആഗ്രഹിക്കുന്നു. 2, അവർ ലോകക്കാരായി തീരുന്നത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ അവരോടൊപ്പം ജീവിക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് സാക്ഷികളായി തീരുക എന്ന് പറഞ്ഞാൽ. പുരാതന കാലങ്ങളിൽ അനേകർ സാക്ഷികളായി ജീവിച്ചു. സാക്ഷികളായി ജീവിച്ചപ്പോൾ ചിലർ അന്തി ഉറങ്ങിയത് ജയിലിലായിരുന്നു. ചിലരുടെ ജീവിതത്തിൽ അനേക ബുദ്ധിമുട്ടുകളുണ്ടായി. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ തീരുമാനിച്ച സാധു സുന്ദർ സിംഗിനെ സ്വന്തം വീട്ടിൽ നിന്നും വിഷം കൊടുത്ത് ഇറക്കി വിട്ടു. ദൈവത്തിന് സ്തോത്രം. എത്രയോ ദുഃഖങ്ങൾ, വേദനകൾ അനേക വിശുദ്ധന്മാർ അനുഭവിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സാക്ഷിയായി ജീവിച്ചതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സാക്ഷിയായി ജീവിക്കാൻ ഒരു മനുഷ്യന് ഇടയായി തീർന്നാൽ അത് നിത്യതയിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമായി തീരും. നിത്യതയിലെ പദവിയും മഹത്വവും ഒക്കെ ഒരു മനുഷ്യന് കിട്ടുന്നത് സാക്ഷിയായി ജീവിക്കുമ്പോഴാണ്. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു പെന്തിക്കോസ്തുകാരായി ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന ലേബലിലാണോ ജീവിക്കുന്നത്, അതോ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണോ ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ എത്ര പേർക്ക് തീരുമാനമുണ്ട്? നിശ്ചയമായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതുവരെയും വിശാലമായിരുന്ന വഴികളൊക്കെ ഇടുക്കമായി തീരും. നിങ്ങളെ സ്നേഹിച്ച പലരും നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. നിങ്ങളെ മാനിച്ച ചിലർ നിന്ദിക്കാൻ തുടങ്ങും. അതിനെത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ലോകത്തിൽ സാക്ഷികളായി തീരണം. യെരുശലേമിൽ നിങ്ങൾ സാക്ഷികളായി തീരണം. അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇടം, യഹൂദ്യയിൽ നിങ്ങൾ സാക്ഷികളായി തീരണം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഇടങ്ങളിൽ നിങ്ങൾ സാക്ഷികളായി തീരണം.
ശമരിയിൽ നിങ്ങൾ സാക്ഷികളായിത്തീരണം. അതെ, നിങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെ ഭൂമിയുടെ അറ്റത്തോളം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് ജീവിച്ചിരുന്നാലും നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം ഒരു വ്യക്തിയിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് നിമിത്തം അധികം സന്തോഷിക്കണമെങ്കിൽ, നമ്മെ രക്ഷിച്ചത് നിമിത്തം കർത്താവ് അധികം സന്തോഷിക്കണമെങ്കിൽ, നാം എവിടെ പാർക്കുന്നുവോ, ആരോടുകൂടെ ജീവിക്കുന്നുവോ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ, അവിടെയൊക്കെ യേശുവിന് സാക്ഷികളായി ജീവിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചിലപ്പോൾ ഒരു പൊതുകൂട്ടത്തിൽ നാം കൈ ഉയർത്തിയോ അല്ലേയോ പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഇത് വ്യക്തിപരമായ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം വ്യക്തിപരമാണ്. സമൂഹമായിട്ട് ദൈവം നടത്തുന്ന പാതകളുണ്ട്. ആയതുപോലെ വ്യക്തിപരമായ ജീവിതത്തിനാണ് ഏറ്റവും പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിൽ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ചിലപ്പോൾ ആത്മീയത്തിൽ കുറവുള്ളവരായിരിക്കും. അതിൽ നിങ്ങളിൽ ഒരാളെ ആയിരിക്കും ദൈവത്തിൻ്റെ ആ കരത്തിൽ സൂക്ഷിച്ച് ജയാളികളുടെ കൂട്ടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർ അങ്ങനെയാണ്, ഇല്ലെങ്കിൽ സഭയിൽ ഇന്നയാൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ആത്മീയ ദർശനമുള്ളവർ എപ്പോഴും ലക്ഷ്യമാക്കുന്നതും നോക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് കൂടുതൽ അറിയേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. ആയതുപോലെ താൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഇതാണ് ഈ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പാടുള്ള വിഷയമാണ്. കർത്താവിന് അറിയാമല്ലോ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടം മുതൽ, ജനനം മുതൽ താൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ക്രിസ്തു മറിയയിൽ ഉരുവാകാൻ തുടങ്ങിയപ്പോൾ മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ സ്വന്തം ഭർത്താവ് തീരുമാനിച്ചു. കാരണം ലോകാപവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോകത്തിൽ നിന്ന് അപവാദം വരാൻ സാധ്യതയുണ്ട് ക്രിസ്തുവിൻ്റെ ജനന നിമിത്തം ആ കുടുംബത്തിന്. അതുകൊണ്ട് സ്നേഹിച്ച ഭാര്യ ഉപേക്ഷിക്കുവാൻ ജോസഫ് തയ്യാറാകും. തുടർന്ന് തൻ്റെ ജന്മം, തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ശുശ്രൂഷയുടെ തുടക്കത്തിൽ നേരിട്ട പരീക്ഷകൾ, 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. 40 ദിവസം ഉപവസിച്ചു, 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. തുടർന്ന് താൻ ചെയ്ത ശുശ്രൂഷയുടെ ഒടുവിൽ താൻ അനുഭവിച്ച വേദനകൾ എത്രയധികം വിവരിച്ചാലും തീരുകയില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെ എത്രയോ ഭക്തന്മാർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് എത്രയധികം വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്, എത്രയധികം വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് കേൾക്കുമ്പോൾ പുതിയ എന്തോ ഒന്നുകൂടെ തൻ്റെ കഷ്ടതയിൽ ഉണ്ടായി എന്ന് തോന്നത്തക്ക വിധത്തിൽ അത് ഭയങ്കരമായ വേദനയുടെ അനുഭവമായിരുന്നു. ഒടുവിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടുവെന്നാണ്. മാനുഷികമായ കാഴ്ചയിൽ എത്ര ദാരുണമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനറിയാം, താൻ ലോകത്തിൽ ദൈവപുത്രനായിരുന്നവൻ, പിതാവിൻ്റെ മടിയിലിരുന്ന ആ പിതാവിൻ്റെ മടിയിൽ സന്തോഷിച്ചു കൊണ്ടിരുന്ന, വിനോദിച്ചു കൊണ്ടിരുന്ന ആ പുത്രൻ ലോകത്തിൽ വന്ന് മനുഷ്യന്റെ വേഷമെടുത്തു, മനുഷ്യനായി വെളിപ്പെട്ടു. അത് നിമിത്തം താൻ അനുഭവിച്ച കഷ്ടതകൾ നമ്മിൽ ഓരോരുത്തരും
അനുഭവിക്കേണ്ടതുപോലെയുള്ള പാതകളിൽ നമ്മുടെ അതേ തലച്ചോറ്, അതേ ശരീരാവയവങ്ങളെല്ലാം തനിക്കുണ്ടായിരുന്നു. വഴി നടന്ന് ക്ഷീണിച്ചു, ദാഹിച്ചു, വേദനപ്പെട്ടു, ദുഃഖിച്ചു, കർത്താവേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു, ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമേ എന്നൊക്കെ പറഞ്ഞു. കാര്യം എന്താണ്? ഒരു തികഞ്ഞ മനുഷ്യനായി തന്നെ ലോകത്തിൽ വന്നു. അപ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു. അവന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും എല്ലാം ശുശ്രൂഷകൾ എല്ലാവരും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവൻ വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ പിടഞ്ഞ പ്രാണൻ പോകുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ മുമ്പിൽ ഒരു ദാരുണമായ കാഴ്ച. ഇതെന്തിനെ വെളിപ്പെടുത്തുകയാണ്? ഒരു സാക്ഷ്യ ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാണനെ കൊടുക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരോട് തൻ്റെ അടുക്കൽ ബഥാന്യോളം ചെന്ന മനുഷ്യരോടാണ്, തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ബഥാന്യോളം ചിലരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞാൽ, ഈ സാക്ഷികളായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമല്ല. ദൈവത്തിന് സ്തോത്രം. അതിന് പലതും സഹിക്കേണ്ടി വരും, പ്രാണൻ കൊടുക്കേണ്ടി വരും. അതിന് നിങ്ങളെ ഒരുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ളത് ഒരു ദൈവവൈതനെ സംബന്ധിച്ച് മാറ്റിക്കൂടാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല വിധത്തിലുള്ള അറിവ് ലോകത്തിലുണ്ട്. പെന്തിക്കോസ്തുകാരിലും ചിലർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ചിലരുടെ ജീവിതം കണ്ടും ചിലരുടെ അവസ്ഥകൾ കണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഗ്രഹിച്ചിരിക്കേണ്ട ചില സത്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ബൈബിളിൻ്റെ പ്രാരംഭഘട്ടം മുതൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി ബൈബിളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ബുക്കാണ് വിശുദ്ധ വേദപുസ്തകം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ട്രാൻസ്ലേഷനിൽ ചില എഴുത്തുകളിലൊക്കെ ഉള്ള ബലഹീനതകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ബലഹീനതയും ദൈവത്തിൻ്റെ പൂർണ്ണതയുമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ശക്തിക്കോ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കോ ദൈവത്തിൻ്റെ മഹത്വത്തിനോ ബൈബിളിലെ ഒരു വാക്യം നിമിത്തവും മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഇത് എഴുതിച്ചത് ബലഹീനരായ മനുഷ്യരെ കൊണ്ടാണ്. അവരുടെ അപൂർണതകളൊക്കെ ചില എഴുത്തുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വിശുദ്ധ വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും പൂർണ്ണതയ്ക്കുമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്നവരോട് ഒരിക്കൽ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന സത്യവചനങ്ങൾ. സ്തോത്രം. അപ്പോൾ തന്നെ സാത്താൻ സംസാരിച്ചത്, മൃഗം സംസാരിച്ചത്, സർപ്പം സംസാരിച്ചത്, അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ സംസാരിച്ചത് ഒക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം സത്യമായ വിഷയമായതുകൊണ്ടും ഇതിൽ നിന്ന് നാം ചില സത്യങ്ങൾ ഗ്രഹിക്കേണ്ടത് കൊണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ചില വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരിവർത്തിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1:2 എഴുതിയിട്ടുണ്ട്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചിരുന്നു എന്നുമാണ് ബൈബിളിന്റെ തുടക്കം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. തുടർന്നാണ് ഈ ഭൂമിയിൽ സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ജീവനുള്ള സകല ചരാചരങ്ങളും ഒടുവിലായി ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെയും എങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും കഥയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിലൂടെയാണ് ഇതൊക്കെ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിലർ ചിന്തിക്കുന്ന എന്തോ ഒരു ആവിയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തിയാണ്. അദൃശ്യമായ ശക്തിയാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ അദൃശ്യമായ ഒരു ശക്തി മാത്രമല്ല എന്നറിഞ്ഞുകൊള്ളണം. പരിശുദ്ധാത്മാവിന് വ്യക്തമായ ഒരു വ്യക്തിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ഇൻഡിവിജ്വാലിറ്റി പരിശുദ്ധാത്മാവിൽ, ഒരു വ്യക്തിത്വം നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, തത്വത്തിലെ ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ ബൈബിളിൽ ഉടനീളം കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇത് ഒരു അദൃശ്യ ശക്തി മാത്രമല്ല, വ്യക്തമായ ഒരാളത്വമുള്ള ഒരു ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. തത്വത്തിൽ മൂന്നാമനായ ദൈവം എന്നാണ് നാം സാധാരണയായി പറയാറുള്ളത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തത്വത്തെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. തത്വത്തെക്കുറിച്ച് ചിലർക്കൊക്കെ സംശയമുണ്ട്. പക്ഷേ ബൈബിൾ വിശ്വസിക്കുന്നവർക്കൊന്നും സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല, ബൈബിൾ കോളേജിനുള്ളിൽ കയറിയിട്ടുമില്ല. അത് തെറ്റാണെന്നോ, ഒരു കോളേജിൽ ചെന്ന് ബൈബിൾ പഠിക്കുന്ന തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുമില്ല, ഞാൻ അതിനകത്ത് കയറിയിട്ടുമില്ല. അപ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കിയത് ബൈബിൾ വിശ്വസിച്ചതുകൊണ്ടും ബൈബിൾ വായിച്ചതുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ടും മനസ്സിലാക്കിയതാണ്. വിശുദ്ധന്മാർ പൊരുൾ തിരിച്ചു തരുന്ന പല സത്യങ്ങൾ പല ബൈബിൾ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവെഴുത്ത് പറയുന്നത്, അവന്റെ വിശുദ്ധന്മാർ തൃക്കൈയിലിരിക്കുന്നു, അവർ തൃക്കാൽക്കലിരുന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ബൈബിൾ വിശ്വാസത്തോട് വായിച്ചതിനാലും കിട്ടിയ അറിവുകളാണ് പല സംശയങ്ങളും തീർക്കുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ കാലങ്ങളിലൊക്കെ ഓരോരോ വിഷയങ്ങൾ, അപ്പോസ്തലിക കൂട്ടായ്മയെക്കുറിച്ച്, പുതിയ നിയമസഭയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പല സംശയങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കാലത്തിലെ പ്രധാന ചർച്ചാ വിഷയം സംശയം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വലിയ ഇതായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ചർച്ചകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നിയത്, ബൈബിൾ വിശ്വാസത്തോടെ വായിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യക്തമായി പല സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ വെളിപ്പാടുകൾ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എത്യോപ്യയിലെ ഷമൻ ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ബൈബിൾ താൻ യാത്ര ചെയ്യുമ്പോഴും തൻ്റെ കയ്യിലുണ്ടായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഫിലിപ്പോസ് എന്ന ദൈവദാസൻ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ തന്നോട് ആരും പ്രേരിപ്പിക്കാതെ യാത്രയിൽ താൻ പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് നിനക്ക് എന്തു വിരോധം? നോക്കുക, പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ സത്യത്തിനായി സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിലെ പല കാര്യങ്ങളിലെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിലെ ഓരോ വചനങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. തൃത്വത്തെക്കുറിച്ച് എനിക്ക് ഇന്നുവരെയും സംശയം ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ബൈബിൾ വായിച്ച സമയം മുതൽ ഇതിനെക്കുറിച്ചൊരു നല്ല അറിവ് ദൈവീകമായി തന്നെ ലഭിച്ചു. അതിനുവേണ്ടി കോളേജുകളൊന്നും പഠിക്കേണ്ടത് ആവശ്യം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങളും ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തെക്കുറിച്ച്, പുത്രനായ ദൈവത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും ബൈബിൾ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുൻപ് ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങളുള്ള ഏക ദൈവം. അതിനെന്താ പേര് പറയുന്നത്? എന്ത് പേര് പറയാം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങളുള്ള ഏക ദൈവത്തിന് എന്ത് പറയാം? ത്രിയേക ദൈവം. ചില പറയാറുണ്ട് ത്രിത്വമെന്നും ത്രിയേക ദൈവമെന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ലാത്ത എത്രയോ പദങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുടിയൻ പുത്രൻ, എക്സാമ്പിൾ, മുടിയൻ പുത്രൻ. ബൈബിളിൽ അങ്ങനെ ഒരു പേരുണ്ടോ? അവൻ്റെ പ്രവൃത്തി കണ്ടാൽ പിന്നെ അവനെ എന്നാ വിളിക്കേണ്ടി? ഇത് തെറ്റാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവൻ്റെ സ്വഭാവവും ജീവിത രീതിയും കണ്ടിട്ട് എല്ലാവരും അവനെ അങ്ങനെ പറയുന്നത് പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആയതുപോലെ ധാരാളം പദങ്ങൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒരിക്കലും തെറ്റല്ല. ഒന്നുകൂടെ പറയുകയാണ്, ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങൾ പലതല്ല, ഒന്നായിരിക്കുന്നു. 3 വ്യക്തിത്വങ്ങളുള്ള ഏക ദൈവമാണ് ത്രിയേക ദൈവം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലങ്ങളിലൊക്കെ 3 വ്യക്തിത്വങ്ങളും വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിളാണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെടുമ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തന്നെ മേലിറങ്ങി. ഉടനെ സ്വർഗത്തിൽ ദൈവം സംസാരിച്ചു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3 പേരും ഒന്നിച്ചില്ലേ? 3 വ്യക്തിത്വങ്ങൾ ഇവിടെ കാണുന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ പ്രവർത്തനങ്ങൾ പിന്നെയും ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് അത് വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചില പറയുന്നു നിങ്ങളുടെ ദൈവം ബഹുദൈവമാണ്, ചിലപ്പോൾ നിങ്ങൾ പറയുന്നു ഒന്നാകുന്നു. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരേ സമയത്ത് തന്നെ ഏകനായും പിന്നെ 3 വ്യക്തിത്വങ്ങളായും പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായി ചിന്തിച്ചാൽ ഇത് നടക്കത്തില്ലല്ലോ. മാനുഷികമായി ചിന്തിച്ചാൽ ഒരു വ്യക്തിക്ക് 3 ആവാനും 3 വ്യക്തിക്ക് 1 ആവാനൊക്കെ പറ്റും. ദൈവമായതുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്വത്തെ കൂടുതൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 3 ആയിരിക്കാനും 1 ആയിരിക്കാനും കഴിയും. ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന അനേക സത്യങ്ങളുണ്ട്. ദൈവത്തെ തന്നെ ഏകവചനത്തിലും ബഹുവചനത്തിലും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, ഇങ്ങനെ ബഹുവചനത്തിൽ വെളിപ്പെടുത്തുന്ന അനേക വാക്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഏകനായ ദൈവം, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. അവിടെ തന്നെ ഇപ്പൊ സൃഷ്ടി നമുക്കറിയാം, സർവശക്തനായ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ തന്നെ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. യോബ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവമല്ലേ? നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. പിതാവായ ദൈവം സൃഷ്ടി നടത്തി. പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇവര് 3 വ്യക്തിത്വങ്ങളോട് ചേർന്ന് ഒന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നായിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില സത്യങ്ങളുണ്ട്.
ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന അവിടെ പ്രസക്തമാണ്. അതിൽ പ്രാർത്ഥനയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. പിതാവ് സ്വർഗത്തിൽ, പുത്രൻ ഭൂമിയിൽ, പരിശുദ്ധാത്മാവ് കർത്താവിനോട് കൂടെ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടെ, ഗലീലയിലേക്ക് പോകുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, ജനിച്ച് വളർന്നപ്പോൾ ദൈവശക്തിയാൽ അവൻ വളർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവിൽ അവൻ ബലപ്പെട്ട് ജീവിച്ചു. ജനിച്ചതും കൂടെ പരിശുദ്ധാത്മാവിൽ, വളർന്നത് ആത്മാവിൽ ബലപ്പെട്ട്, ശുശ്രൂഷ ചെയ്ത് ആത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവ് തന്നോടുകൂടി ഉണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തു പ്രവർത്തിക്കും. യേശു പ്രാർത്ഥിക്കുക, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകണം, നമ്മെപ്പോലെ ഒന്നാകണം. നാം, പിതാവും ക്രിസ്തുവും കൂടെ ചേർന്ന് നാമായി തീർന്നു. പരിശുദ്ധാത്മാവ് തന്നോടുകൂടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്കുള്ളൊരു ഉപദേശമാണ്, ഇല്ലെങ്കിൽ വ്യക്തിപരമായ കുടുംബങ്ങൾക്കുള്ളൊരു ഉപദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ നാം ഒന്നായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഐക്യതയുടെ ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. നിരപ്പിൻ്റെ ശുശ്രൂഷയെന്നും എല്ലാവരെയും ഒന്നാക്കി ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒരു ശരീരമാക്കുന്നതാണ് ദൈവത്തിൻ്റെ സഭ. ആ ഉപദേശത്തിൽ പ്രധാന മാതൃക തൃത്വത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു പറയുന്നു, പരിശുദ്ധ പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിലൊന്നാകണം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും എന്നൊക്കെ പറയുന്ന ആ ഭാഗം പൂർണ്ണമാകുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണ് തൃത്വം എന്ന് പറയുന്നത്. തൃത്വത്തിൽ അനേക സത്യങ്ങൾ, അനേക ഉപദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൊതുവെ ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിത്വം കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് സംസാരിച്ചതായിട്ടും പരിശുദ്ധാത്മാവ് ഉപദേശിച്ചതായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനെ യെശയ്യാവ് പറയുന്നത് 63-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാനും സന്തോഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധാത്മാവിലുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്തുകൊണ്ട്? പിന്നെ എഴുതിയിരിക്കുന്ന, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന അവനാലല്ലോ. അവിടൊക്കെ ക്രിസ്തുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യക്തിത്വം വ്യക്തമായി വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം വാക്യത്തിൽ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവൻ വന്ന്, അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ദൈവത്തിന് സ്തോത്രം. 13-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മെ നടത്തുന്ന ഒരു നടത്തിപ്പുകാരനെ പോലെ വ്യക്തിത്വമുള്ള പരിശുദ്ധാത്മാവിനെ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തും. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ധാരാളം എക്സാമ്പിൾ ഉണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ. ഒരു ക്ലാസ്സിൽ നമുക്കെല്ലാം വിശദീകരിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കൂടാതെ പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെട്ട അഭിഷേകം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആയതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
വ്യക്തികളിൽ നിറയുന്നു. വ്യാപരിക്കുന്ന ശക്തി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കും. മോശ പഴയ നിയമകാലത്തിൽ ഒരു വലിയ പ്രവാചകൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രവൃത്തി കാണാൻ സാധിച്ചത് മോശയിലാണ്. ഏറ്റവും ശക്തനായ പൂർവ്വകാലങ്ങളെക്കുറിച്ച് വ്യക്തമായി ബൈബിൾ ഓർപ്പിച്ചു തന്ന, അഥവാ ജനിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സൃഷ്ടിയുടെ ഉൽപ്പത്തിയെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയത് മോശയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 5 ഗ്രന്ഥങ്ങൾ, ഇല്ലെങ്കിൽ മോശയിക ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകം, ഇല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം എന്നൊക്കെ പറയുന്ന ഈ 5 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയെല്ലാം മോശയാണ്. ദൈവത്തിന് സ്തോത്രം. താൻ ജനിച്ചത് BC 1500 എന്നാൽ അതിലേക്ക് പിന്നെയും 2500 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളെല്ലാം താൻ ക്ലിയറായിട്ട്, ആളിൻ്റെ പേര്, വയസ്സ്, അല്ലേ, ഇപ്പോഴത്തെ പുസ്തകത്തിൽ ഒരു വ്യക്തികളുടെ പേരും പ്രായവും ഒക്കെ എത്ര ക്ലിയറായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ തനിക്ക് വെളിപ്പെട്ട സത്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആ ശക്തിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ സഭയെ നടത്തുവാൻ തന്നിൽ ഒരു വ്യാപാര ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ തനിക്ക് വലിയ ഭാരമായിട്ട് തോന്നി. ഇത്രയും ജനങ്ങൾ നടത്തുന്നതൊക്കെ ഭാരമായി തോന്നി. ഈ സമയത്ത് ദൈവം ചെയ്തൊരു പ്രവൃത്തി, തന്നിലുണ്ടായിരുന്ന ആത്മാവിൽ കുറെ എടുത്ത് ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേർക്ക് കൊടുത്തു. തൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവിൽ കുറെ എടുത്ത് 70 പേർക്ക് കൊടുത്തു. അവർ 70 പേര് പ്രവാചകന്മാരായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25 മുതലുള്ള വാക്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു പകർച്ചയായി കാണാൻ സാധിക്കും. മോശയുടെ മേൽ നിന്ന് കുറെ എടുത്ത് മറ്റുള്ളവരുടെ മേൽ കൊടുത്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ നാം പഠിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തമ ഗീതത്തിലെ ഒരു ഭാഗം, അവൻ്റെ നാമം പകർന്ന തൈലം പോലെ. ഇനി വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ കൂടെ നടക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു വ്യാപാര ശക്തിയാണ്, ഹൃദയത്തിൽ നിറയുന്ന ശക്തിയാണ്, അപ്പോൾ തന്നെ ഒരു വ്യക്തിയായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി സത്യസഭയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. സത്യസഭയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആയതുപോലെ ക്രിസ്തീയ ജീവിതവും യഥാർത്ഥമായി നാം കേട്ടതുപോലെ സാക്ഷ്യ ജീവിതവും മനുഷ്യൻ്റെ പുനരുത്ഥാന ശരീരവുമായിട്ടും പരിശുദ്ധാത്മാവിനും വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തത്വത്തിൽ ദൈവമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ സൃഷ്ടികർത്താവായിരുന്നു. ദൈവത്തിലും മനുഷ്യരിലും അവനൊരുപോലെ വസിച്ചിരുന്ന ആത്മാവായിട്ട് ഭൂമിയിൽ പരിവർത്തിച്ചു. ആയതുപോലെ വസ്തുക്കളിൽ പോലും പ്രവർത്തിച്ചതായി കാണാൻ കഴിയും. യെരുശലേമിൽ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ആ ജനത്തിന്റെ ആ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു എന്നാണ്. അതുപോലെ വിശുദ്ധ പൗലോസും ശീലാസും ജയിലിലായിരിക്കുമ്പോൾ ആ ജയിലിന്റെ അടിസ്ഥാന കല്ലുകളൊക്കെ ഇളകി. എങ്ങനെയാ ഇളകിയത്? പരിശുദ്ധാത്മാവിനാണ്. ജീവനില്ലാത്ത വസ്തുക്കളെ പോലും പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ ആൾ മാറിയതുപോലെ ആക്കിയത് പരിശുദ്ധാത്മാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ബലഹീനതകളൊക്കെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തന്നെ ആൾ മാറിയതുപോലെ ആക്കി മാറ്റി. കർത്താവിൻ്റെ പ്രമാണത്തിലും വചനത്തിലും ഉപദേശത്തിലും വേണ്ടതുപോലെ നിലനിൽക്കാൻ കഴിയാത്തതിനാൽ പരിശുദ്ധാത്മാവ് ചില സമയത്ത് തന്നിൽ നിന്ന് മാറി ദുരാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ ഉണ്ടായ ബലഹീനതകളും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യനെ ആൾ മാറിയതുപോലെ ആക്കി മാറ്റി. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഇല്ലെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, കാര്യസ്ഥന് യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പല പേരുകളിൽ ബൈബിളിൽ അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന് 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. പിന്നെ പറയുന്നു ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവിൻ്റെ തിരുസഭ ഭൂമിയിൽ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16:18 കർത്താവായ യേശു ക്രിസ്തു പത്രോസുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ചിലർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞെന്ന്. യേശു പറയാത്തൊക്കെ പറഞ്ഞിട്ട് പത്രോസിനെ അങ്ങ് സഭയുടെ അടിസ്ഥാനമാക്കി പ്രസ്താവിക്കുന്ന ക്രിസ്തീയ സമൂഹമുണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ബൈബിൾ വിശ്വസിക്കുകയും ബൈബിൾ നന്നായി വായിക്കുകയും ചെയ്യുമ്പോൾ സംശയമൊക്കെ മാറും. യേശു പറഞ്ഞ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടുന്ന സഭയെക്കുറിച്ച് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ്. യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. എൻ്റെ അർത്ഥം പത്രോസും യേശുവുമായുള്ള സംഭാഷണ സമയത്ത് സഭയുടെ പണി തുടങ്ങിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അപ്പോസ്തലപ്രവൃത്തി 2:47 വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന ശേഷം പറയുകയാണ്, കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോട് ഒരു വ്യക്തിയെ ചേർക്കുന്നത് ആരാ? കർത്താവ് ചേർത്തെങ്കിലേ ചേരത്തുള്ളൂ, അല്ലെങ്കിൽ ചേരത്തൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പറഞ്ഞു, ഞങ്ങളെ പെന്തിക്കോസിൽ ചേരാനൊന്നും വിളിക്കല്ലേ. അയ്യോ, ഒരു മനുഷ്യർക്കും ചേർക്കാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് കെട്ടിയിട്ടാലും ഇരിക്കത്തില്ലെന്ന്. പക്ഷെ കർത്താവ് ചേർത്താൽ ആരെല്ലാം പിന്തിരിപ്പിച്ചാലും അവർ പിന്മാറത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. സത്യ ഉപദേശത്തെ കുറിച്ച് ഗ്രഹിക്കാൻ മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ കർത്താവ് അതിനോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചേർക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് ആരെല്ലാം തടസ്സം നിന്നാലും പറ്റത്തില്ല. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും പറ്റുകയില്ല. കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. സഭയിൽ ഒരു വ്യക്തിയെ ചേർക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സുവിശേഷം അറിയിക്കുക, ഉപദേശിക്കുക, ഇതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. സഭയോട് ചേർക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരർത്ഥമുണ്ട്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ദൃശ്യമായ കെട്ടിടങ്ങളോ ദൃശ്യമായ കൂടിവരവുകളോ ഒന്നുമല്ല. അതൊക്കെ സഭയുടെ ഭാഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി ഒരു മനുഷ്യൻ മാറ്റപ്പെടണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവർ. രക്ഷയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരാണ് ഒരു സമയത്ത് നമ്മൾ നിത്യനരകത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണല്ലോ രക്ഷയെന്ന് പറയുന്നത്. എന്നാൽ രക്ഷയുടെ അടുത്ത ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ രക്ഷയുടെ അടുത്ത ഭാഗമാണ് സ്നാനത്തിനുള്ള രക്ഷ. പിന്നെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോ വേർപാട് ജീവിതവും രക്ഷയാണ്. വിശുദ്ധ പത്രോസ് പറയുമ്പോൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്
വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ പ്രാപിക്കുന്ന ഒരു അന്ത്യകാല രക്ഷ അവിടെ എഴുതിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിന്നാൽ രക്ഷിക്കപ്പെടും. ഇങ്ങനെ മാനസാന്തരം മുതൽ അവസാനം വരെ സഹിച്ച് രൂപാന്തരപ്പെടുന്ന ഭാഗം വരെ രക്ഷയുടെ ഭാഗമാണ്. അതാണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശരീര വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ എത്തിച്ചേരുവാൻ രക്ഷിക്കപ്പെടുന്നവർ, ഈ അനുഭവത്തിലേക്ക് വരുന്നവരെ ചേർക്കുന്നതാണ് സഭ. ഇങ്ങനെയുള്ളവരെ കൂട്ടി നടത്തുന്നവരാണ് സഭ. അല്ലെ, ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇങ്ങനെ ജനിച്ചു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണെന്ന് എങ്ങനെ അറിയാം? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തെ പൂർണ്ണമായി പിൻപറ്റി ക്രിസ്തുവിനെ സാക്ഷികളായി ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ദൈവത്തിന് സ്തോത്രം. അപ്പോ അല്ലാത്തവരാരും ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികളെ അന്ത്യോക്യയിൽ വെച്ച് ആക്ഷേപിച്ചിട്ട പേരാണ്. അവരുടെ ജീവിതം കണ്ടപ്പോൾ ഇത് ഇടാൻ വഴിയുണ്ടായിരുന്നു. ഇന്നതിന് വലിയ ഡിമാൻഡാണ്, ഇന്നതിന് വലിയ മാന്യതയാണ്. പക്ഷെ ഒരു കാലത്ത് അവർ ആക്ഷേപിച്ചിട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഇടാൻ ഇതേ ഉള്ളായിരുന്നു പേര്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒരു രക്ഷിക്കപ്പെടുന്ന പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സഭയോട് ചേർക്കുന്നു. അവരാണ് ശരീരമാകുന്ന സഭയോട് ചേർന്നാൽ പ്രയോജനമുള്ളത്. ഇല്ലാത്തവർ, യഥാർത്ഥ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കാത്തവർ, വിശ്വാസ സ്നാനം സത്യമെന്ന് മനസ്സിലാക്കിയിട്ടും സ്നാനപ്പെടാത്തവർ, പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും കാത്തിരുന്ന് പ്രാപിക്കാത്തവർ, ഇവർക്കൊക്കെ സഭയുടെ ആവശ്യമില്ലല്ലോ. സമൂഹത്തിന്റെയും കൂടിവരവിന്റെയൊക്കെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. എത്രയോ സമൂഹങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരത്തിലൂടെ ശുശ്രൂഷിക്കുന്ന അത്ഭുത വരപ്രാപ്തന്മാരിലൂടെ എത്രയോ സമൂഹങ്ങൾ നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ രക്ഷയുടെ ഉപദേശവും കൊടുക്കുന്നുണ്ട്, വിടുതലും ഒക്കെ ഉണ്ട്. സ്നാനപ്പെട്ടാലും കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവും അന്യഭാഷയും ഒക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയായി ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവിൽ എത്തിച്ചേരുക എന്നുള്ള ഉപദേശത്തെ കുറിച്ച് ഇന്നും അജ്ഞരാണവർ. ദൈവത്തിന് സ്തോത്രം. അറിവിന് വേണ്ടി ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവിക പൂർണ്ണതയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ് ദൈവസഭയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലുള്ള ജ്ഞാനം എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അപ്പോ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയിൽ എത്തിച്ചേർക്കേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് വേണ്ടിയായിരുന്നു ആദ്യകാലങ്ങളിൽ, ഇല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തത്. അപ്പൊ അതിൽ ഉൾപ്പെടുന്നവർക്കാണ് സഭയുടെ ആവശ്യമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ. പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാ പകർച്ചയിലൂടെയാണ് ദൈവസഭ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ദൈവസഭയെ പെന്തക്കോസ്ത് സഭ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നേ ഉള്ളൂ എൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ 50-ാം ദിവസം, പെസഹ പെരുന്നാളിന് ശേഷം വാരോത്സവ പെരുന്നാളിന്റെ ഒടുവിലായി പെന്തക്കോസ്ത് പെരുന്നാൾ, ഇല്ലെങ്കിൽ 50-ാം ദിവസം ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ ആചരിക്കുന്ന ഉത്സവം. ഈ ദിവസമായിരുന്നു യെരൂശലേമിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നത്. അതുകൊണ്ട് തന്നെയാണ് 2-ാം അധ്യായത്തിൽ എഴുതി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അത് ഇസ്രായേലിന്റെ ഉത്സവ ദിവസമായിരുന്നത് കൊണ്ടും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ 50-ാം ദിവസമായതുകൊണ്ടും അതിനെ പെന്തക്കോസ്ത് എന്ന ഒന്നുകൂടെ നമ്മൾ ഊന്നിപ്പറയുന്നു. ആ ദിവസം പകരപ്പെട്ട അഭിഷേകമായതുകൊണ്ടാണ് പെന്തക്കോസ്തിന് ശക്തി. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട
പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന സഭയെന്നുണ്ട് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ പുതിയ നിയമസഭ എന്നാണ് എൻ്റെ അർത്ഥം. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പുതിയ നിയമസഭ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ഇല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മസഭ. പരിശുദ്ധാത്മസഭ, പരിശുദ്ധാത്മാവിനാലാണ് സഭ ആരംഭിച്ചത്. ചില പറയാൻ പെന്തക്കോസ്തുകാർ ഇന്നലെ അങ്ങോട്ട് ഉണ്ടായതാണ്, ഇല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടുണ്ടായതാണ്. ബൈബിൾ അറിയാത്തതിൻ്റെ അബദ്ധമല്ലേ അത്? പെന്തക്കോസ്ത് സഭ എന്നാരംഭിച്ചത്? 1-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭയിൽ ആ ഉപദേശങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് സഭ ആരംഭിച്ചത്. സഭയെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയുടെ കെട്ടുപണിയെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. അത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ നിവാസമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഒന്നാക്കി പണിയുന്നു. പരിശുദ്ധാത്മാവിനാൽ, അതായത് ദൈവത്തിന്റെ സഭയുടെ ഒരു രൂപവും പണിയും. എഫേസ്യ ലേഖനം 2:20 മുതൽ 22 വരെയുള്ള വാക്യം മനസ്സിരുത്തി വായിക്കുമ്പോൾ സഭ എങ്ങനെ പണിയുന്നു, എപ്രകാരം പണിയപ്പെടുന്നു, അടിസ്ഥാനമിട്ട ഒരു കെട്ടിടത്തിന്റെ പണി പോലെയാണ്. ക്ലിയറായി നമ്മെ മനസ്സിലാക്കിച്ചു തരികയാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കെട്ടിടം പണിയുമായിട്ട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ മൂലക്കല്ല് ക്രിസ്തുവാണ്, അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാണ്. ഇങ്ങനെ ആ പണിയുടെ രൂപം അവിടെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആ വാക്യം, ആ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിക്കുന്നു. സഭയിൽ ഒരു പ്രവൃത്തി അങ്ങനെയുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരെ ഒന്നിപ്പിക്കാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധാത്മാവിലേ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറമില്ല, അവിടെ ഭാഷയില്ല, അവിടെ ഉയർച്ചകളും താഴ്ചകളും ഒന്നുമില്ല, കുലമില്ല, യാതൊന്നുമില്ല. യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും എല്ലാം. ദൈവത്തിന് സ്തോത്രം. ഈ കാഴ്ചപ്പാട് ഇല്ലാത്തവർ ദൈവത്തിന്റെ സത്യസഭയല്ല. ദൈവത്തിന് സ്തോത്രം. യഹൂദൻ യവനൻ ദാസൻ സ്വതന്ത്രൻ എല്ലാവരും ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരെ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാൽ ഒരിക്കലും അത് സത്യസഭയുടെ ഭാഗമേ അല്ല. അങ്ങനെ തിരിക്കണമെങ്കിൽ ആരാ തിരിക്കേണ്ടത്? ദൈവമാണ് തിരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എൻ്റെ അടുക്കൽ വന്നു. അതൊരു ഒരു വർഗീയ പാർട്ടിയാണ്. അപ്പോൾ പൊതുവിൽ പേര് പറയുന്നു, യുക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം 2 ജാതികളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കുറെ ആകാംക്ഷയോടെ കേൾക്കുകയാണ്. ഇനി ഏതാണെന്ന് ഞാൻ പറയാൻ പോകും. ഞാൻ പറഞ്ഞു, 1 ആണ്, 2 പെണ്ണ്. ഇത് 2 ഞങ്ങളതേ വിശ്വസിക്കുന്നുള്ളൂ. ആ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷം. പിള്ളേരോട് പറയാം, ഞാൻ ഈ പ്രാവശ്യം ജയിച്ചില്ലെങ്കിലും എന്താവശ്യം വന്നാലും എന്നോട് പറയണേ, ഏത് സമയത്തും എൻ്റെ അടുക്കലോ ഏത് കാര്യത്തിനും സമീപിക്കാന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ് തൊഴുത് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് താൻ തിരിച്ചു പോയത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവം 2 ജാതികളെ സൃഷ്ടിച്ചിട്ടുള്ള ആണ് പെണ്ണ്. അതിനപ്പുറത്തുള്ളതൊക്കെ മനുഷ്യൻ്റെതാണ്. സ്തോത്രം. ശിനാർ ദേശത്ത് ബാബേൽ ഉണ്ടായപ്പോഴാണ് ഇതെല്ലാം തുടങ്ങിയത്. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്കെതിരായുള്ള പദ്ധതിയിൽ നിന്നാണ് ബാബേൽ. അവിടെ വെച്ചാണ് ഭാഷ കലക്കി കളഞ്ഞത്. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂട്ടിയിട്ട് ഇവർക്കെല്ലാവർക്കും കൂടെ ഒരു ഭാഷ കൊടുത്ത്. ഏതാ? അന്യഭാഷ. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ വിഷയത്തിൽ ഈ ഒരു സംശയം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില പറയുന്നത് ഈ അന്യഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാ? അന്യഭാഷയായോണ്ടാ മനസ്സിലാകാത്ത? ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്ന ആണെങ്കിൽ പിന്നെ അതിന് അന്യഭാഷ എന്ന് പറയണോ?
അന്യഭാഷ എന്ന് പേര് പറയണം മനസ്സിലാകുന്നതാണെങ്കിൽ. ചില പറഞ്ഞത് യേശു അന്യഭാഷ പറഞ്ഞില്ലല്ലോ. യേശുവിന് ഏത് ഭാഷയാണ് അന്യഭാഷ? സർവജ്ഞാനിയായ കർത്താവിന് വല്ലതും അന്യഭാഷയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ യേശു കേട്ട ചില ശബ്ദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. തിരുവെഴുത്തിൽ അതർ ടങ്സ് എന്നും അൺനോൺ ടങ്സ് എന്നും എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലവിധമായ ഭാഷകളും അറിയപ്പെടാത്ത ഭാഷയും ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ടതും പ്രത്യക്ഷമായ അടയാളങ്ങളുമാണ്. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ആത്മവരമില്ലാത്തവന് അകത്തു വന്നാൽ പറയുന്നത് അന്യഭാഷ കേട്ടാൽ അവൻ പറയും. എന്താണ് പറയുന്നത്? ഇവർ ഭ്രാന്തന്മാരാണെന്ന് പറയുന്ന. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ആത്മവരമില്ലാത്തവരൊക്കെ ഇത് കണ്ടാൽ കേട്ടാൽ അവർക്ക് മനസ്സിലാകില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തിരുവെഴുത്ത് അത്ര ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഈ അന്യഭാഷയുടെ അനുഭവം എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിശ്വാസികൾക്ക് അടയാളമായി അന്യഭാഷ നൽകിയിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ പിന്നെ പറയുന്നത്. 23 വാക്യത്തിൽ സഭയൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? ഇത് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു നിലപാടാണെങ്കിൽ ഇങ്ങനൊരു പദം ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തന്നെ ചിലർ പറയുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 18 ഭാഷക്കാർ അവിടെ കൂടിയിരുന്നു. 18 ഭാഷക്കാർ അവിടെ കൂടിയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ തുടക്കം അങ്ങനെ ആയിരുന്നോ? ബൈബിൾ എന്തു പറയുന്നു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദമുണ്ടായി, അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 നാവുള്ളത് പോലെ തോന്നും. ഒരാൾ 2 നാവുള്ളവരായി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ പറ. അപ്പോ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. ആത്മാവ് എങ്ങനെയൊക്കെ അവരെ ഉച്ചരിപ്പിച്ചുവോ അതുപോലെ അവർ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ത് ഉച്ചാരണം നൽകുന്നോ അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. ഇതിൽ സംശയം ഉണ്ടാകാൻ കാരണങ്ങളുണ്ട്. സംശയം ഉണ്ടാകാതിരിക്കാൻ ബൈബിള് വായിച്ചാൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന അടയാളം അന്യഭാഷ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമുണ്ട്, പിന്നെ അന്യഭാഷയുമുണ്ട്. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. സ്തോത്രം. അന്യഭാഷയിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് മനുഷ്യൻ്റെ ഭാഷയല്ല. മാനുഷികമായ ഭാഷയാണെങ്കിൽ ഒരിക്കലും അതൊരു അൺനോൺ ടങ്സ് ആയിരിക്കില്ല. ലോകത്തിലെ ഏതെങ്കിലും ഭാഷ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്കത് അവരുടെ മാതൃഭാഷയായിരിക്കും അല്ലേ? ഞാൻ മലയാളം പറഞ്ഞാൽ ഒരു അറബിക്കത് അന്യഭാഷയായിരിക്കും, പക്ഷെ എനിക്കത് അന്യഭാഷയാണോ? അല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ അന്യഭാഷയായിത്തീരുന്നത് എപ്പോഴാണ്? ആർക്കും തിരിച്ചറിയാത്ത ഭാഷയാകുമ്പോഴാണ്. പൊതുവെ അംഗീകരിക്കപ്പെട്ട അന്യഭാഷ എന്ന് പറഞ്ഞാൽ ആർക്കും തിരിച്ചറിയാത്ത ഭാഷ. 2, അത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. 3, അത് സംസാരിക്കുന്നത് ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്.
ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നതും. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് അന്യഭാഷയുടെ പൊതു തത്വമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഈ പറയുന്നവരും തിരിച്ചറിയുന്നില്ല. പറയുന്നവർക്ക് വ്യാഖ്യാനപരം ലഭിക്കുമ്പോൾ, നമ്മുടെ സഭയിൽ എത്രയോ പേർ ഒരാൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില സാക്ഷിക്ക് എഴുന്നേക്കാൻ തന്നെ പേടിയായിരുന്നു. ചില സ്ഥലങ്ങൾ ഒരാൾ അന്യഭാഷമായി അടുത്ത ആൾ വ്യാഖ്യാനിക്കും. ഇങ്ങനെയുള്ള വരങ്ങളുള്ള ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ പ്രവചനപരമുണ്ട്, വിവേചനപരമുണ്ട്, വ്യാഖ്യാനപരമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ 9 വിധത്തിലുള്ള വരങ്ങളെ കുറിച്ച് 1 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 വിധത്തിലുള്ള വരങ്ങൾ, പലവിധമായ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ജ്ഞാനം, പരിജ്ഞാനം തുടങ്ങിയ ഈ 9 വരങ്ങളെ കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അന്യഭാഷയുടെ പൊതു തത്വം പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യരോട് സംസാരിക്കുന്നതല്ല, ദൈവവുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ സ്വയബുദ്ധിയിലാണോ സംസാരിക്കുന്നത്? അന്യഭാഷ സ്വയബുദ്ധിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് ഞാൻ അറിയണം, ഇല്ലേ? എൻ്റെ സ്വയബുദ്ധിയിലല്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. ദൈവത്തിന് സ്തോത്രം. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ഒക്കെ നന്നായി എല്ലാ ക്രിസ്ത്യാനികളും വായിച്ചിരുന്നത് നന്നായിരുന്നു. റോമാലേഖനം 8 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ എഴുതിയിട്ടുള്ളൂ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പരിഹാരം ഒന്നും കണ്ടില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. ഞാൻ കുറെ നേരം മുട്ടുമേൽ നിന്ന് അന്യഭാഷയിൽ തന്നെ സംസാരിച്ചു. അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം പരിഹരിക്കുന്നതായിട്ട് എൻ്റെ ആത്മാവിൽ ഉണർന്നു. അന്യഭാഷയുടെ പ്രാർത്ഥന നിർത്തി ആ പ്രശ്നം പരിഹരിച്ചു. രോഗസൗഖ്യം എത്രയോ സന്ദർഭങ്ങളിൽ അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു വ്യക്തിയുടെ പണം നഷ്ടപ്പെട്ടു പോയി. ഒരിക്കൽ ഞാനത് ഓർപ്പിച്ചതാണ്. ഒരു വ്യക്തിയുടെ പണം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞുകൂടാ, ആര് കൊണ്ടുപോയി എന്ന് അറിഞ്ഞുകൂടാ. ആകവല്ലാത്ത ഭാരത്തിലായി. താൻ 3 ദിവസം അന്യഭാഷ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. 3-ാം ദിവസം പണമെടുത്തവൻ ഭയപ്പെട്ട് വിറച്ച് നമ്പർ അന്വേഷിച്ച് വിളിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് ആ പണവും കൊണ്ട് ആളിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ശിക്ഷയും നൽകുന്നില്ല. ഈ പണവുമായിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ 3 ദിവസം അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. പിന്നീട് നമ്മുടെ വിശ്വാസിയായി മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോ അന്യഭാഷ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ആർക്കും അറിയത്തില്ല. ഇനി എൻ്റെ ബുദ്ധിയിൽ ഈ അന്യഭാഷ കുറെ മനസ്സിലായെന്നിരിക്കട്ടെ. എനിക്ക് മനസ്സിലായെങ്കിൽ അത് എൻ്റെ മുമ്പിൽ അന്യഭാഷയല്ല. അതൊന്ന്. 2, ഇതെല്ലാം ഇത് ആത്മാവിൽ എന്ത് ചെയ്യുന്ന മർമ്മങ്ങൾ സംസാരിക്കുന്നു. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, രഹസ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, അവർ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് 1 കൊരിന്ത്യർ 14:2 എഴുതിയിരിക്കുന്നത്. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറിയേണ്ടാത്തതാണ്. ഇനി എൻ്റെ ബുദ്ധിയിൽ ഞാനത് മനസ്സിലാക്കിയെന്നിരിക്കട്ടെ. നാളെ ഞാൻ പിന്മാറ്റക്കാരനായി തീർന്നാലോ? ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? പുറത്തുവിടും. ഇത് ദൈവത്തിന്റെ രഹസ്യങ്ങളാണ്. ഈ ലോകത്തിൽ തന്നെ എത്രയോ പ്രസ്ഥാനങ്ങൾക്ക് കോഡ് ഭാഷകളുണ്ട്. സ്തോത്രം. മിലിറ്ററിയിൽ തന്നെ എത്രയോ കോഡുകളുണ്ട്. ഒന്നും വേണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടെലിഗ്രാം സന്ദേശം ഇതെങ്ങനെയായിരുന്നു? ബെല്ലായിരുന്നു. ബെല്ല്
അടിക്കുന്നതിൻ്റെ ശബ്ദമനുസരിച്ചാണ് ഇന്ന വാക്കെന്ന് നിർണ്ണയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ബെല്ല് കേൾക്കുമ്പോഴേ അത് ഇന്ന വാക്കാണ്. അത് ആ ടെലിഗ്രാമിൻ്റെ ഒരു കോഡാണ്. ദൈവത്തിന് സ്തോത്രം. ഷോർട്ട് ഹാൻഡ് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആ ഇംഗ്ലീഷ് വാക്കുകൾ എഴുത്ത് ചുരുക്കാൻ വേണ്ടിയുള്ള കോഡ് ഭാഷ. അങ്ങനെ ലോകത്തിൽ എത്രയോ പ്രസ്ഥാനങ്ങൾ, എത്രയോ രഹസ്യ സംഘടനകൾക്ക് ഏതെല്ലാം കോഡുകളുണ്ട്. ഇങ്ങനെയെങ്കിൽ ഈ സ്വർഗീയമായ ഈ ശ്രേഷ്ഠമായ ദൈവസഭയുടെ രഹസ്യ കോഡുകളാണ്. എന്തിനാണിത് ഈ രഹസ്യം വെച്ചിരിക്കുന്നത്? മറുഭാഗത്ത് തെറ്റിച്ചു കളയുന്ന പിശാചുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. തന്ത്രപൂർവം മനുഷ്യനെ തെറ്റിക്കുന്ന സാത്താന്യ ശക്തി പുറത്തുള്ളത് കൊണ്ട് ദൈവസഭയ്ക്ക് ദൈവികമായ രഹസ്യങ്ങളുണ്ട്. അത് ദൈവത്തോട് സംസാരിക്കുന്നത് അന്യഭാഷയിലാണ്. ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ തന്നെ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നവരും സ്വയബുദ്ധിയിലല്ല, ആത്മാവിലാണ് മർമ്മങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നടക്കുന്നുണ്ട്, ആത്മീയ വർധന ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, സഭയിൽ ഒരിക്കൽ ഒരു പിന്മാറ്റക്കാരനായ മനുഷ്യൻ ദൈവസഭയ്ക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. എങ്കിലും അവനൊരു വിശ്വാസിയുടെ മോനായതുകൊണ്ട് അങ്ങനെ ആ ലേബലിൽ അവൻ വന്നിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം ഒരു സഭായോഗത്തിൽ അവന്റെ ഹൃദയത്തെ ദൈവം തൊട്ടു. അന്നവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അവൻ ഇരിക്കുന്ന സ്ഥലം മറന്ന് ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അവൻ കൈ ഉയർത്തി പറയുക, എനിക്കെന്റെ കർത്താവ് മതിയേ, എനിക്കെന്റെ കർത്താവ് മതിയേ, എനിക്ക് ലോകം വേണ്ട, എനിക്ക് പാപം വേണ്ട, എനിക്ക് ലോകത്തിലുള്ളതൊന്നും വേണ്ട എന്നവൻ കൈ ഉയർത്തി ഉറക്കെ അവന്റെ തീരുമാനം ലജ്ജ കൂടാതെ പറയുക. കാരണം എന്താണ്? അന്യഭാഷയിലൂടെ അവൻ എന്ത് സംഭവിച്ചു? ആത്മീയ വർധനയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ അന്യഭാഷയെ കുറിച്ച് മനസ്സിലാക്കാൻ ധാരാളം കാര്യമുണ്ട്. പൊതുവെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു വിശ്രാമം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ അവിടെ വിക്കി വിക്കി പറയുന്ന അധരങ്ങൾ. യെശയ്യാ പ്രവചനം 28 അത് എഴുതിയിരിക്കുന്നത്. 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്യ ഭാഷയാലും വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും ജനത്തോട് സംസാരിക്കും. ഇത് സ്വസ്ഥത, ഇത് വിശ്രാമം. കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് അരോചകമായിട്ടൊക്കെ തോന്നിയാലും ഇത് പറയുന്നവർക്ക് എന്താണ്? ഒരു ഭയങ്കര സ്വസ്ഥതയാണ് പ്രിയരെ. വലിയ കടൽ പോലെ ഇളകുന്ന ഒരു പ്രശ്നത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തെ ഒരുക്കി കുറച്ചു നേരം ഒന്ന് ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചു നോക്കിയേ, ഒരു വലിയ സ്വസ്ഥത ഹൃദയത്തിലേക്ക് ഉണ്ടാകും. ഒരിക്കലെങ്കിലും അത് അനുഭവിച്ചു ചേർന്നു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ചിലർക്ക് സംശയം. ദൈവത്തിന് സ്തോത്രം. നല്ലോണം പറയാത്തവർ കാണും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചപ്പോൾ ഹൃദയത്തിൽ സ്വസ്ഥത അനുഭവിച്ചവർ ചേർന്നു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിശ്ചയമായി പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ വിശദീകരിച്ച് സമയം മുമ്പോട്ടെടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരും തിരിച്ചറിയാത്ത ഭാഷ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഇതാ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചതായ ഒരു സന്ദർഭമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തുതി, ഈ നാഴികയിൽ നിന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം താൻ പറയുന്നു, നിന്റെ നാമത്തെ ഇനി മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. 12-ന്റെ 28-ാം വാക്യത്തിലാണ് സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പക്ഷെ അടുത്ത് നിന്ന് കേട്ടവർ പറഞ്ഞ എന്താണെന്നറിയാമോ? ഇടിയുണ്ടായി. അവർക്ക് ഇടി വെട്ടുന്ന പോലെ തോന്നിയത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത് നിന്ന് കേട്ടവർ പറയാണ് ഈ ഒരു ഇടിയുണ്ടായി. വേറെ ചിലർ പറഞ്ഞൊരു ദൂതൻ അവനോട് സംസാരിച്ചായിരിക്കും. ഇവർക്ക് മനസ്സിലായില്ല ഇടിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര നേരമാണ്. പക്ഷെ അതിനകത്ത് എന്തുണ്ടായിരുന്നു? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നുള്ള വാക്കുകളെല്ലാം ആ ഇടിക്കകത്തുണ്ടായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. അതുപോലെ എത്രയോ കാര്യങ്ങൾ. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോഴേ 5:25 ഒരു ബേൽസസർ കണ്ടതായ ഒരു കാഴ്ച എന്താ? മേനെ മേനെ തെക്കൽ ഉഫാർസിൻ. ദൈവത്തിന് സ്തോത്രം. കൊട്ടാര ഭിത്തിയിൽ തന്റെ ന്യായവിധിക്ക് വേണ്ടി എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ കൈവിരലുകളുടെ എഴുത്താണ്. എന്നാൽ ഈ സമയത്ത് എപ്പോഴും ഓർക്കുന്നു, പാസ്റ്റർ ടി വി തോമസ് അവர்கள் ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, താൻ പറഞ്ഞത് ഇത് എടുത്തു പറഞ്ഞു. അന്യഭാഷയെ കുറിച്ച് സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞാണ് മെനെ മെനെ തെക്കൽ ഉഫാർസിൻ. എന്നിട്ട് കാര്യത്തിന്റെ അർത്ഥമാവിത് മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. അപ്പൊ മെനെ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കും. ഒരാളെ വിടുന്ന മെനെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേൾക്കുന്നവൻ എന്തോ വിചാരിക്കും? പക്ഷെ ഇതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ബേൽസസറിന്റെ കൊട്ടാരത്തിലെ ഒരു മെനയ്ക്ക് ഇത്ര അർത്ഥം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ഓരോ വാക്കുകൾക്കും എത്രയെത്ര അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു എക്സാമ്പിൾ ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ആയതുപോലെ അറിയപ്പെടാത്ത ഭാഷ. വിശുദ്ധ പൗലോസിന്റെ സ്വർഗീയ ദർശനത്തിൽ താൻ 3-ാം സ്വർഗത്തോടും എടുക്കപ്പെട്ട സമയത്തും ഉച്ചരിപ്പാൻ പാടില്ലാത്ത ഒരു ശബ്ദം താൻ കേട്ടതാണ്. ഉച്ചരിക്കാൻ പാടില്ലാത്ത ശബ്ദം. അപ്പൊ അങ്ങനെയുള്ള ഭാഷയുണ്ടോ? ദൈവത്തിന് അങ്ങനെയുള്ള ഭാഷയുണ്ട്. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഉച്ചരിപ്പാൻ പാടില്ലാത്ത ഭാഷ. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ വെളിപ്പാട് പുസ്തകം 14:3 സിയോനിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയുന്ന അവിടെ ഒരു പാട്ട് പാടി, പക്ഷെ ആർക്കും അത് പഠിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അപ്പൊ അത് ഏത് ഭാഷയാണ്? ദൈവത്തിന് സ്തോത്രം. ഒറ്റ മനുഷ്യനും പഠിക്കാൻ കഴിഞ്ഞില്ല. അത് ഈ പ്രതിഷ്ഠയുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയെ കുറിച്ച് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചെന്ന് മാത്രമേ. ചിലര് ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഈ ആത്മാവിൽ അറിയുക എന്നൊക്കെയുള്ള അനുഭവങ്ങളെ കാത്തിരുന്ന് പ്രാപിക്കേണ്ട ഒരു അനുഭവം. എനിക്ക് പെന്തിക്കോസുകാരുടെ ഇടയിൽ വലിയ സംശയം ഉള്ളതാക്കിയ ഒറ്റ വിഷയം ഈ അന്യഭാഷയാണ്. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് നോക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോ മനസ്സിലായി ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി. അവസാനം ഇത് ദൈവശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇത് പ്രാപിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ നാളുകൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നാളിൽ എനിക്ക് അനുഭവം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഈ പെന്തക്കോസ്ത് അഭിഷേകത്തെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് എല്ലാവരും കൂടി ഡ്രം അടിച്ചൊരു വികാരം ഉണ്ടായിട്ട് കിടന്ന് ചാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അനുഭവസ്ഥർക്ക് ഒരിക്കലും അങ്ങനെയല്ല. കാരണം എനിക്ക് ഡ്രം അടിക്കാനും വികാരം ഉണ്ടാക്കാനൊന്നും ആരും വന്നില്ല ഞാനിത് പ്രാപിക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ തനിയെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് സത്യമെങ്കിൽ എനിക്ക് വേണം. ഇത് കിട്ടിയാൽ ഞാൻ പെന്തിക്കോസ്തിൽ പോകാമെന്നും പറഞ്ഞില്ല, പെന്തിക്കോസ്തുകാരുടെ കൂടെ ജീവിച്ചോളാന്നും പറഞ്ഞില്ല. കർത്താവേ നീ എന്ത് പറഞ്ഞാലും ചെയ്തോളാന്ന് പറഞ്ഞു. ആ തീരുമാനം ഞാൻ ഉറപ്പിക്കുന്ന ആ മിനിറ്റിൽ എൻ്റെ ശരീരത്തിൽ വലിയ ശക്തി ആവസിച്ചു. ഒന്നാണ്, ഇത്ര വലിയ ശക്തിയാണ്. ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ഈ ശക്തി എൻ്റെ മേൽ വന്നു. എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലായി. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ സ്വസ്ഥത അനുഭവിച്ചു. അതിലുപരിയായി ഒരു വലിയ ദൈവസ്നേഹം എൻ്റെ ഉള്ളത്തിൽ വന്നു. അങ്ങനെയാണ് കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി മരിക്കണം എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായത്. കഷ്ടങ്ങൾ വരുമ്പോൾ വലിയ സന്തോഷമായിരുന്നു കർത്താവിന് വേണ്ടി സഹിക്കുവാൻ. കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ദുഃഖമില്ല, കാരണം ദൈവസ്നേഹം ഉള്ളത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. പൂർവ്വകാല വിശുദ്ധന്മാരൊക്കെ തങ്ങൾക്കുള്ളതെല്ലാം വെറുത്തും ചപ്പന്നും ചവർന്നും എണ്ണിക്കൊണ്ട് ഈ ത്യാഗപരമായ ഈ ഇടുങ്ങിയ പാതയിലൂടെ ജീവിതം ചെയ്യാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5:5 എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹമോ, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ഈ കാലങ്ങളിലൊന്നും ചെയ്യാത്തൊരു പ്രവൃത്തി ഉണ്ടായി. സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ
വസ്തുവകകൾ വിറ്റു. 1-ാം നൂറ്റാണ്ടിലെ ഉണർവിന്റെ കാര്യമായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും തങ്ങളുടെ വസ്തുവകകൾ വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് പൊതുവകയെ നെണ്ണി. ഒക്കെ എത്ര ഉണർവായിരുന്നു. ചില വിചാരിക്കും ഉണർവ് മേലുകീഴ് ചാടുന്ന മാത്രമാണ് ഈ ഉണർവെന്ന്. ഇതൊന്നുമല്ല. അതൊക്കെ ഒരു പരിശുദ്ധാത്മാവിന് ശക്തിയിലെ വിഷയങ്ങളാണ്. എത്ര ചാടിയിരുന്നാലും നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമോ ശരിയായ മാനസാന്തരമോ ആത്മീയ ജീവിതത്തിന്റെ അനുഭവം ഇല്ലെങ്കിൽ അതൊന്നും ഉണർവല്ല. വലിയതായിട്ട് ആത്മാവിൽ നിറയുന്നു, പക്ഷേ ജീവിതത്തിലെ തെറ്റിനെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് ഉണർവല്ല, അത് ഉറക്കത്തിന്റെ ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശരിയായ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ശരിയായ ഉള്ളം ദൈവസ്നേഹം കൊണ്ട് നിറയും. ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. ആ സമയത്ത് സ്വന്തം വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വന്നത് ഉപദേശമൊന്നുമല്ല, പക്ഷെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ അവർക്കുണ്ടായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഭവം! അവര് വിഭാഗിച്ചു കൊടുക്കുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. സകലവും പൊതുവകയിൽ നെണ്ണി. ഇതൊക്കെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലാണ്. ഈ ശുശ്രൂഷ പോലും വീട് വിട്ടു, ചില വീട് വിട്ടു, തങ്ങൾക്കുള്ളതെല്ലാം വിട്ടു, ലോകപ്രകാരമുള്ള ജഡബന്ധങ്ങൾ വിട്ടു. അതൊക്കെ കഠിനോപദേശം എന്ന് പറയുന്നവരുണ്ട്. ദൈവസ്നേഹം വന്നപ്പോൾ ദൈവസ്നേഹത്താൽ ലോകത്തിലുള്ള സകലം ചവർന്നെണ്ണിയതാണ്. ജീവനെ പകച്ചു, ക്രൂശെടുത്ത് പിൻപറ്റുവാൻ തീരുമാനിച്ചു. ദൈവസ്നേഹത്താൽ ഉണ്ടായ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം പുറമേ നിന്ന് നോക്കിയാൽ ചിലർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വലിയ മർമ്മങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആർക്കും തിരിച്ചറിയാത്ത ഭാഷ, ആത്മീയ വർധന വരുത്തുന്ന ഭാഷ. ദൈവത്തിന് സ്തോത്രം. കൂടാതെ ദൈവസഭയെ പൂർണ്ണപ്പെടുത്തുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമസഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. ആയതുകൊണ്ട് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഇല്ലാത്ത ഒരു കൂട്ടവും ദൈവത്തിന്റെ സത്യസഭയല്ലെന്ന് ക്ലിയറായി മനസ്സിലാക്കണം. അതിന് ഒത്തിരി ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഒത്തിരി ചർച്ചയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം ഇല്ലാത്ത സമൂഹം ദൈവത്തിന്റെ സത്യസഭയല്ല. ഇതുകൊണ്ട് അന്യഭാഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ? ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ അന്യഭാഷ? പറഞ്ഞു പഠിപ്പിക്കുന്നതാണെങ്കിൽ അത് അന്യഭാഷയല്ല, അത് തെറ്റായ ദൈവസഭയ്ക്ക് എതിരായതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, വ്യക്തമായി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പാസ്റ്റർ, പാസ്റ്ററിനെ പൊതുവിൽ പറയുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. കുറേ വിശ്വാസികൾ ഇദ്ദേഹം ഏതോ വായിൽ വരുന്ന പറയുന്നു, ഇവരത് ഏറ്റു പറയും. ഇത് അന്യഭാഷ എന്നാ പറയും. ക്ലിയറായിട്ട് ഞാൻ ഒത്തിരി നേരം അവളെ നിന്ന് കേട്ടു. ഒരിടത്ത് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ലജ്ജയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ നമ്മുടെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സമൂഹത്തിൽ ഒരാൾ കേട്ടിട്ട് ഇത് താളത്തിലല്ല, ഇത് ശരിയായ അന്യഭാഷയാണ്. ഇവർ വിചാരിച്ച് ഈ ഡ്രമ്മിന്റെ താളത്തിലും ഇൻസ്ട്രുമെന്റ്സിന്റെ താളത്തിലും ഇങ്ങനെ അടിക്കുന്നതാണ്, ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന, അങ്ങനെ പാടുന്നതാണ് ഈ അന്യഭാഷ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പെന്തക്കോസ്റ്റ് ലോകത്തിൽ തന്നെ അബദ്ധധാരണയുണ്ട്. ബൈബിൾ വിശ്വസിക്കുന്നവർക്കും അനുഭവസ്ഥർക്കും ഈ സംശയമില്ല. ഒന്ന്, ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല. രണ്ട്, ഇൻസ്ട്രുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ താളത്തിന് പോകുന്നതൊന്നുമല്ല. ആത്മാവ് ഉച്ചരിക്കുന്നത് പോലെ. ചില സഭകളിൽ ചെന്നാൽ എല്ലാവരുടെ അന്യഭാഷ ഒരുപോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. അവരൊരു താളത്തിന് ഞാൻ പറയും, ഞാൻ അതിനൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ചില പറയാറുണ്ട്, ഈ TPM-കാർ അന്യഭാഷ പറയും, മറ്റുള്ളത് വ്യത്യസ്തമാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല പറയുന്നേ. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന പോലെ പറയുന്നത്, അതുകൊണ്ടാണ് വ്യത്യാസമായി തോന്നുന്നത്. എനിക്കതാ മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന പോലെ വിക്കി പറയുന്ന അധരങ്ങളുണ്ട്. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന പോലെ സംസാരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് ആരും അറിവില്ലാതെ പോകരുത്. ചിലര് ഇത്രയൊക്കെ പാടാണ്. ഇത് പ്രാപിക്കണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിച്ചെങ്കിലേ പറ്റൂ. ജീവിതത്തെ ഒരുക്കി കാത്തിരുന്നെങ്കിലേ പറ്റുകയുള്ളൂ. ഒരിക്കലൊരാൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ദിവസങ്ങൾ കാത്തിരുന്ന് അഭിഷേകം കിട്ടിയില്ല. ഉടനെ ഒരു 2 രൂപ ഇങ്ങനെ എഴുതി കാണിച്ചു. 2 രൂപ. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ എവിടെയോ വെച്ചാരുടെ ഒരു 2 രൂപ എടുത്തു. ആളിനെ അന്വേഷിച്ച് കൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് വന്ന് പ്രാർത്ഥിച്ചവൻ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരുക്കം ആവശ്യമാണ്, തീരുമാനം ആവശ്യമാണ്. ചിലരെ ദൈവം അഭിഷേകം നൽകിയത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ അഭിഷേകം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരെയും അങ്ങനെയല്ല. എല്ലാവരും സുവിശേഷ വേലയ്ക്കൊന്നും വരേണ്ടവരല്ല. എല്ലാവരും വന്നാൽ ഈ വേലയുടെ അവസ്ഥ എന്തായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഒന്നും വരണ്ട. വിളിയുള്ളവര്, അതിനുള്ളവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ചിലർക്ക് കർത്താവിന്റെ വേലയ്ക്കായി തീരുമാനിച്ചപ്പോഴാണ് അവർ അഭിഷേകം ചെയ്തത്. ചിലർക്ക് ചില മടക്കി കൊടുത്തപ്പോഴാണ്. ചിലരുടെ ജീവിതത്തിൽ മറ്റു ചില തീരുമാനങ്ങൾ എടുത്തപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരുക്കം. ഇതൊന്നും വേണ്ട, പരിശുദ്ധാത്മാവില്ലെന്ന് പറഞ്ഞേക്കാം, കുഴപ്പമില്ല. അതാണ് ചിലരുടെ സൊല്യൂഷൻ. ദൈവത്തിന് സ്തോത്രം. ചിലർ പറഞ്ഞത് 1-ാം നൂറ്റാണ്ടിലേ ഉള്ളായിരുന്നു, അതങ്ങ് നിന്നുപോയത്. ദൈവത്തിന് സ്തോത്രം. അതെ, അത് നിന്നുപോയെങ്കിൽ അവർക്ക് നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ മാത്രമേ ഉള്ളെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിന് 4-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷ സംസാരിച്ച് തുടങ്ങി. 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്, ഇന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അത് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നുവരെ ഭൂമിയിലുണ്ട്. സഭ എടുക്കപ്പെടുന്നവരെയുണ്ട്. അന്നുവരെ എന്തുകൊണ്ട്? അന്യഭാഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെ അന്യഭാഷയും അഭിഷേകമുള്ളവർക്കുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തവർക്കില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ നിന്നുപോയത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇപ്പോഴും നിന്നുപോയ ചിലരുണ്ട്, പിന്മാറ്റക്കാരൻ. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം നഷ്ടപ്പെടുത്തിയവർക്കത് എന്ത് ചെയ്തു? നിന്നുപോയി. നമ്മുടെ ഇടയിലും ചിലർക്ക് നിന്ന് പോയിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇപ്പൊ അഭിഷേകമൊക്കെ ഉണ്ടോ? അച്ഛാ, അതൊക്കെ അങ്ങ് പോയത്. അവർക്ക് അഭിഷേകം ചെയ്തു, അന്യഭാഷ നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോ 1-ാം നൂറ്റാണ്ടിൽ നിന്നുപോയവരുണ്ട്, ഇപ്പോഴും നിന്നുപോയവരുണ്ട്. പക്ഷേ കർത്താവിന്റെ വരവിന് വേണ്ടി അവരോട് കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അഭിഷേകമുണ്ട്. പുതിയ നിയമസഭയിൽ ശുശ്രൂഷകരെ വേർതിരിക്കുന്ന പോലും ആരാ? പരിശുദ്ധാത്മാവാണ്. സർട്ടിഫിക്കറ്റും കോളേജ് പഠനവും അല്ല ശുശ്രൂഷയ്ക്കായി ഒരു മനുഷ്യനെ ഒരുക്കുന്നത്. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നാം പിന്നീട് ചിന്തിക്കാം, മുൻപ് ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അപ്പോസ്തലപ്രവൃത്തി 13-2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് കൈവപ്പോടുകൂടെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നത്. നമ്മുടെ ഇടയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ കൈവെപ്പോടുകൂടെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നു. വിശുദ്ധന്മാരുടെ കൈവെപ്പിനെ കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്ക് അറിവുണ്ടായത്. ഞാൻ ആദ്യമായി വിശ്വാസ വീട്ടിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിലുള്ളത് ഈശോപ്പച്ചനായിരുന്നു. ഈശോപ്പച്ചൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ ഒരു അപ്പച്ചനാണ്. ദൈവത്തിന് സ്തോത്രം. 92-ൽ അദ്ദേഹം ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ ഈ അപ്പച്ചന് വയ്യാതെ അവിടെ ഇരിക്കുക. ഞാൻ ആദ്യമായി വിശ്വാസ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ അപ്പച്ചൻ്റെ കൈയെടുത്ത് തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആളെൻ്റെ തലയിലോട്ട് കൈവച്ചു. ഈ സമയത്ത് ഭയങ്കര ഒരു പവർ എൻ്റെ ശരീരത്തിലോട്ട് കയറിയാണ്. അപ്പോഴാണ് വിശുദ്ധന്മാർ, അദ്ദേഹം ബലഹീന മനുഷ്യനാണ്, എങ്കിലും വിശുദ്ധന്മാരുടെ കൈവെപ്പിൽ ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. രണ്ടാമത്തെ അനുഭവം എന്നെ വേലയ്ക്കെടുക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ കൈവെപ്പോടുകൂടെ വേർതിരിക്കുന്ന അനുഭവമാണല്ലോ നമ്മുടെ ഇടയിൽ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഏണസ്റ്റ് അവർകൾ അതെ കർത്താവിനുള്ളവരെ വേർതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ നിനക്കുള്ളവനല്ലെങ്കിൽ എന്നെ എടുക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ നിനക്കുള്ളവനല്ലെങ്കിൽ എന്നെ കൈവയ്ക്കരുതേ, എന്നെ എടുക്കരുതേ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാസ്റ്റർ ഓടി വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കും. അഭിഷേകത്തിൽ തലയിൽ കൈവയ്ക്കുമ്പോൾ ഉയരത്തിനൊരു വലിയ ശക്തി
എനിക്കത് പറയാൻ പറ്റുകയില്ല, എത്ര ശക്തിയായിരുന്നു. അതെൻ്റെ ശരീരത്തിന്മേൽ വന്ന് പതിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയായി മാറി. അപ്പോഴാണ് ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ക്ലിയറായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാലാണ് പുതിയ നിയമ ശുശ്രൂഷകരെ വേർതിരിക്കേണ്ടത് ബൈബിൾ അടിസ്ഥാനത്തിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലർ പ്രവൃത്തി 20:28 എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അധ്യക്ഷന്മാരാക്കി വെച്ചു. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ സഭയെ നടത്താൻ പാടില്ല. പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കൊലോസ്യർ 1:28 ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുന്ന ശുശ്രൂഷ. 29 വായിക്കുമ്പോൾ അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പുതിയ നിയമ ശുശ്രൂഷ പ്രസംഗം കൊണ്ട് തീരുന്നതല്ല, സ്റ്റേജ് പ്രസംഗം കൊണ്ടാണ് ചില സഭകളെ ചിലർ വളർത്തിയെടുക്കുന്നതാണ് ചിന്തിക്കുന്നത്. സ്റ്റേജ് പ്രസംഗം കൊണ്ട് തീരുന്നതല്ല, അത് ദൈവസഭയുടെ കെട്ടുപണിയല്ല. വിശുദ്ധ പൗലോസ് എന്താണ് പറഞ്ഞത്? അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒരു കുഞ്ഞിനെ ഒരമ്മ വളർത്തിയെടുക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് യുദ്ധങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ശുശ്രൂഷയെ കുറിച്ച് ഒരിക്കൽ വിശുദ്ധ പൗലോസ് തന്നെ പറഞ്ഞത്, തിമോഥെയോസിനെ കുറിച്ച് ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. ഭടനെ പോലെ യുദ്ധം ചെയ്യണം. പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിലൂടെയാണ് ചെയ്യേണ്ടത്. പുതിയ ദിവസഭയിലെ ആരാധന ഏതാണ്? ആത്മാവിലുള്ള ആരാധനയാണ്. ഫിലിപ്പർ 3:3 വായിക്കുമ്പോൾ ആത്മാവിലുള്ള ആരാധന. യോഹന്നാൻ 4:23 യേശു ക്രിസ്തു ഇതാ ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അഭിഷേകമില്ലാത്ത ആരാധന സത്യസഭയുടെ ആരാധനയല്ല. അഭിഷേകമില്ലാത്ത ശുശ്രൂഷ സത്യസഭയുടെ ശുശ്രൂഷയല്ല. അഭിഷേകത്തിലല്ലാത്ത തിരഞ്ഞെടുപ്പ് ദൈവികമായ തിരഞ്ഞെടുപ്പുമല്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ദൈവസഭയെ പൂർണ്ണപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് സഭയെ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവാണ് സഭയെ വളർത്തുന്നത്. ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സഭയെ പണിയുകയാണ്. ആത്മാവാണ് പണിയുന്നത്. അതാണ് എഫെസ്യർ 2:22 നമ്മൾ വായിക്കുന്നത്. ആത്മാവിനാൽ ഒന്നിച്ച് പണിയുകയാണ്. പണിയുക മാത്രമല്ല, പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ച ശരീരത്തെ അതേ മഹത്വ ശരീരമായി ഉയർപ്പിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മർത്യ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടണം. ആയതുപോലെ ഫിലിപ്പർ 3:21 എഴുതിയിരിക്കുന്നത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ തന്നെ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവരുടെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെയെങ്കിൽ എടുക്കപ്പെടുന്ന സഭയ്ക്ക്, കർത്താവിൻ്റെ ഉള്ളിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള ജീവിതം സീറോയാണ്, ശൂന്യമാണ്. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ എത്രയും വേഗം കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മാവിൽ ബലപ്പെടണം. ആത്മാവിൽ ജീവിപ്പിക്കണം. ആത്മാവ് നമ്മെ ഉപദേശിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ലല്ലോ. ആത്മാവ് നിങ്ങളെ സകലം ഉപദേശിച്ച് നടത്തും. നിങ്ങൾ തനിപ്പെട്ട് ജീവിക്കേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്യക്തിപരമായി ഉപദേശിക്കും. തനിപ്പെട്ട് ജീവിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മളെ ഉപദേശിക്കും. സമൂഹത്തിലാണെങ്കിൽ ഉപദേശത്തിലൂടെ, പൊതു ഉപദേശത്തിലൂടെ നമ്മെ ഉപദേശിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവിൽ എത്തിച്ചേരണം. അതിനാണ് ആത്മാവിന്റെ ശുശ്രൂഷ സഭയിൽ വെച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷ തേജസ്സുള്ള ശുശ്രൂഷയാണ്. അതിനകത്തൊരു തേജസ്സുണ്ട്. ലോകത്തിലെ ജ്ഞാനമല്ല അതിനകത്തുള്ളത്. ഞങ്ങളുടെ വാക്കുകൾ അതേ മാനുഷികമായ ജ്ഞാനത്തിന്റെ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. മാനുഷിക ജ്ഞാനമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തേജസ്സിന്റെ ശുശ്രൂഷ ആത്മാവിനാൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഒരു കുട്ടിയെ തേജസ്സിലേക്ക് നടത്തുവാൻ, യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട്
ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മെ ദൈവകരങ്ങൾ അതിനായി സമർപ്പിച്ചു കൊടുക്കാൻ ദൈവമക്കളെ, നമ്മൾ യേശുവരായി ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവിൽ എത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെടാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ശരീരം തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെടുകയില്ല. കാഹള ശബ്ദം കേൾക്കുമ്പോൾ അക്ഷയരായി ഉയർക്കുന്ന ശരീരം, തേജസ്സുള്ളവരായി ഉയർക്കുന്ന ശരീരം, അതേ ഈ മർത്യമുള്ള ശരീരം അമർത്യതയുള്ള ശരീരമായി മാറ്റപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആകയാൽ ആത്മാവിനാൽ ഒരുങ്ങി ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ദൈവം നമ്മെ സഹായിക്കും.